ഗൈസ്, ഇത് പാപനാശിനി കാളിന്തിയിൽ ചേർന്ന് അവിടെ നിന്ന് പനവല്ലിപ്പുഴയായിട്ട് ഒഴുകി ബാവലിയായി കബനയിൽ ചേരുന്നത് വരെയുള്ള ദൃശ്യങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇത് തിരുനെല്ലി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പാവനാശിനി ആരംഭിക്കുകയാണ്. അതെ, കാളിന്തിപ്പുഴയാണ് അതിപ്പോൾ അവിടെ നിന്ന് പോയത്. കാളിന്തിയിലേക്ക് പാപനാശിനി വന്ന് ചേരുന്നത്. അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ പാപനാശിനി കാളിന്തിയിലേക്ക് ചേരും. കണ്ടോ, കാളിന്തിയിലേക്ക് പാപനാശിനി ചേരുന്ന രംഗങ്ങളാണ്. പാപനാശിനി അതിലേക്ക് ചേർന്നു അവരത് ഒഴുകുകയാണ് ഒന്നായിട്ട്. കണ്ടോ, ഒഴുകി ഇങ്ങനെ വരുന്ന താഴെ നിന്നുള്ള കാഴ്ചകളാണ്. സംഗമസ്ഥാനത്തിന് താഴെ നിന്നുള്ള കാഴ്ചകളാണ്. ഇത് അവരൊഴുകി പോകുന്നു, അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ്. അവരിങ്ങനെ ഒഴുകിപ്പോയി. ഇനി ഇത് പനവല്ലിയാവും. കണ്ടോ, ഇപ്പോൾ ഇത് പനവല്ലിപ്പുഴയായി. പനവല്ലിയായിട്ട് ഇതിങ്ങനെ ഒഴുകുകയാണ്. പനവല്ലി നടപ്പാലത്തിൻ്റെ മുകളിൽ നിന്ന് കണ്ടോ, പനവല്ലിപ്പുഴയാണ്. ഇനി പനവല്ലിപ്പുഴ ഇത് കബനിയാണ്. കബനി വയനാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ്. കബനി ഇത് ചേകാടി എന്നുള്ളതാണ്. ചേകാടി പാലത്തിൻ്റെ അടുത്തുള്ള നിറഞ്ഞൊഴുകയാണ് കബനി. പനമരം പുഴയും മാനന്തവാടി പുഴയാണ് കബനിപ്പുഴയാകുന്നത്. ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. ഇത് അങ്ങ് ചെന്ന് കയറുന്ന ബീച്ചനഹള്ളി അണക്കെട്ടിലേക്കാണ്. ഇന്ന് ബീച്ചനഹള്ളി ഡാം തുറന്നു വിട്ടിട്ടുണ്ട്, അതുകൊണ്ട് വെള്ളം കുറവാണ്. വെള്ളം അത്ര വലിയ, എന്നാലും വെള്ളം കര കവിഞ്ഞിട്ടുണ്ട്, കുറച്ച് കുറവായിരിക്കും. അങ്ങനെ ഇവിടുന്ന് കണ്ടോ നിറഞ്ഞൊഴുകുകയാണ്. ഇത്രയ്ക്ക് വെള്ളമാണ് പോകുന്നത്. കബനി ചേകാടിയാണ് സ്ഥലം. നിറയെ സഞ്ചാരികളൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നത്, കബനി നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഇത് തൊട്ടപ്പുറത്തുള്ളൊരു കടവാണ്, അവിടേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടേക്ക് ഇങ്ങനെ സൈഡിലേക്കിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടുന്ന് ദൂരത്തേക്ക് കാണുന്നില്ല. ഇത് ബാവലി, നമ്മുടെ പാപനാശിനി ബാവലി ആയി ഇതാ ഇവിടെ എത്തി. കണ്ടോ, ഇപ്പോൾ ബാവലിപ്പുഴയായി. ബാവലി പാലത്തിൻ്റെ അടുത്ത് നിന്നുള്ള കർണാടകയും, പാലം കടന്നാൽ കർണാടക, പാലം കിടക്കുന്നതിന് മുമ്പ് കേരളം. ബാവലി കണ്ടോ, ബാവലി അങ്ങോട്ട് ഒഴുകി പോവുകയാണ്. ബാവലിപ്പുഴ ഇത് ശരിക്കും ചെന്ന് ചേരുന്നത് ഇനി ആ കബനിയിലോട്ട് ഇത് ചെന്ന് ചേരണം. ആ കാഴ്ചകളിലേക്കാണ് നമുക്കിനി പോകാനുള്ളത്. കണ്ടോ, ഇത് കബനി. ഇതിലേക്ക് ഇനി അത് വന്ന് ചേരുന്ന കാഴ്ചകളിലേക്ക് നമ്മൾ പോകുന്നത്. കണ്ടോ, ആ ഇടത്തുനിന്ന് വരുന്നതാണ് ബാവലിപ്പുഴ. അതായത് നമ്മൾ കണ്ട പാപനാശിനി തിരുനെല്ലിയിൽ നിന്ന് വരുന്നത്, അത് കബനിയിലേക്ക് ചേരുകയാണ്. ഇവിടെ അങ്ങനെ ആളുകളൊന്നും, സഞ്ചാരികൾ കാണാനായിട്ട് വരുന്നില്ല. കാരണം ഈ ബാവലിയുടെ അക്കരെ എന്ന് പറയുന്നത് കർണാടക ആയതുകൊണ്ടായിരിക്കണം. 2 സ്റ്റേറ്റിൻ്റെ അധീനതയിലായതുകൊണ്ടേ ആളുകൾ അങ്ങനെ വരാനില്ല. അല്ലെങ്കിൽ ഒരു പുണ്യനദി കബനിയിൽ ചേരുന്നത് കാണാൻ ആളുകളൊക്കെ വരണ്ടല്ലേ. കുറച്ചൊക്കെ ആളുകൾ വരുന്നുണ്ട്. ഇത് രണ്ടും കൂടി നിറഞ്ഞിട്ട് കണ്ടോ വരുന്നതാണ് ബാവലിപ്പുഴ, അതായത് പാപനാശിനി. നല്ല വെള്ളമുണ്ട് അതിൽ നിന്ന്. അത് കബനിയിലേക്ക് ചേരുകയാണ്. എന്നിട്ടിനി വലിയ ഒരു നദിയായിട്ട് കബനിയിൽ ലയിച്ചിട്ട് ഇനി അത് കർണാടകത്തിലേക്ക് ഒഴുകുകയാണ്. കർണാടകത്തിലേക്ക് ഒഴുകുന്ന കാഴ്ചകളാണ്. ആളുകളൊക്കെ വരുന്നുണ്ട്, നിങ്ങൾക്കും വന്ന് നോക്കാം. ബാവലിയിൽ നിന്ന് കുറച്ചും കൂടെ മാറിയാൽ മതി. ഇത് ചേരുന്ന കേന്ദ്രമാണ്. ആളുകൾ മരമൊക്കെ കിട്ടുന്നതൊക്കെ പിടിച്ച് കെട്ടിയിട്ടേക്ക് അവിടെ. ആ ചേച്ചി പറഞ്ഞു തന്നോ, ഇവിടെയുള്ള അടുത്തുള്ള ചേച്ചി, ആ ചേച്ചിയെ പറഞ്ഞു തന്ന മരം ഇവിടെയുള്ള ചെക്കന്മാർ കെട്ടിയിട്ടിരിക്കുകയാണ്.
ചേച്ചി അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു. അവർ നിൽക്കുന്നിടം വരെയൊക്കെ വെള്ളം കയറാറുണ്ടെന്ന് പറഞ്ഞു, നല്ല മഴയുള്ള സമയത്ത്. ഇപ്പോൾ ഡാം തുറന്നു കാരണം കുറവാണ്. കണ്ടോ, ഇപ്പോൾ ശരിക്കും നമുക്ക് കാണുന്നില്ലേ? ആ ഇടത്തെ സൈഡിൽ നിന്ന് വരുന്നതാണ് പാപനാശിനി ബാവലിപ്പുഴ വന്നിട്ട് കബനിയിലേക്ക് ചേരുന്നത്. ഇനി ഇതൊന്നായിട്ട് കർണാടകത്തിലേക്ക്, അവിടെ ഒരു ഡാമൊക്കെ ഉണ്ട്, ബീച്ചിന് ഹള്ളി ഡാം, അതിൽ ചേർന്നു. അപ്പോൾ അത് തുറന്നിട്ടത് കൊണ്ടാണ് ഇപ്പോൾ വെള്ളം കുറവ്. കണ്ടോ, അങ്ങനെയാണ്. ഇപ്പം ശരിക്കും കാണുന്നില്ലേ? നിറച്ച് വെള്ളമാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ അവസാനിക്കുമ്പോഴാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പം ഇനിയൊരു വീഡിയോ